Once upon a time, there lived a true legend. തൻ്റെ പവർ ടു പെർഫോമൻസ് റേഷ്യോ കൊണ്ട് ഒരു 4-stroke എഞ്ചിൻ ഇങ്ങനെയും പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്ത ഒരു കിടക്കാച്ചി സാർ. കുറച്ച് നാളുകൾക്ക് മുമ്പ് തൻ്റെ കിരീടവും ചെങ്കോലും വെച്ചൊഴിയേണ്ട വന്നാലും ഇന്നവൻ തൻ്റെ ചെങ്കോലും കിരീടവും തിരിച്ചെടുക്കുവാനായി തൻ്റെ ചരിത്രം ഒന്നുകൂടെ തിരുത്തി എഴുതുവാനായി വന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദ ഹോൾ ന്യൂ കരിഷ്മ 210. ഹലോ മച്ചന്മാരെ, എല്ലാ സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നേക്കുന്ന പുതിയ റിവ്യൂ ആയിട്ടാണ്. നമ്മുടെ ഹോൾ ന്യൂ കരിഷ്മ XMR 210 റിവ്യൂ ആയിട്ടാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമുക്കിനി വണ്ടിയുടെ ഫ്രണ്ട് വിശേഷങ്ങളിൽ നിന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫ്രണ്ടിൽ ഒരു അഡ്ജസ്റ്റബിൾ വൈസർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്വിച്ച് വഴി ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് സ്ട്രോങ് ആൻഡ് സ്റ്റഡി ബിൽഡ് ആയിട്ടുള്ള നമ്മുടെ മിറർ യൂണിറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ L ഷേപ്പിലുള്ള DRL യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് 2 ചേംബർ ആയിട്ടാണ് നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ്സ് കൊടുത്തേക്കുന്നത്. അത് ഓട്ടോമാറ്റിക് ആണ്. രാത്രി സമയത്ത് ഓട്ടോമാറ്റിക്കലി വണ്ടി ഹെഡ് ലാമ്പ് തെളിയുന്നതാണ്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ സസ്പെൻഷൻ കാണാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 100-80-17 MRFിൻ്റെ ടയേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഡിസ്ക് ഉണ്ട്. പിന്നെ ഡ്യുവൽ ചാനൽ ABS ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ കാലിബർ കൊടുത്തേക്കുന്നത് ബൈബറിയുടെ കാലിബേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ വിശേഷം. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡിലത്തെ വിശേഷങ്ങളിലേക്ക് എടുക്കാം. സൈഡിൽ വരുമ്പോഴത്തെ ഫുള്ളി ഫെയർഡ് ആയിട്ടുള്ള നമ്മുടെ കിറ്റ് വരും. അതിൻ്റെ XMR എന്ന് പറഞ്ഞ ഒരു എഴുത്തും അവിടെ തന്നെ ഹീറോയുടെ ഒരു ബാഡ്ജിങ്ങും പിന്നെ നമ്മുടെ ടാങ്കിലേക്ക് വരുമ്പോൾ കരിഷ്മ എന്ന് പറഞ്ഞൊരു ടാങ്ക് ലോഗോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ എഞ്ചിൻ കവറിംഗ് വരുന്നുണ്ട്. അവിടെ ഹീറോയുടെ ലോഗോ, പിന്നെ നമ്മുടെ എഞ്ചിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ DOHC ഡ്യുവൽ വാൽവ് ടെക്നോളജിയുടെ എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം നമുക്കത് ഒരു ചെറിയൊരു സൈലൻസ് കൊടുത്തു. ഇവിടെ 210 എന്ന് പറഞ്ഞ് എഴുതിയൊരു ലോഗോ. ഇത്തരം കാര്യങ്ങളാണ് വണ്ടിയുടെ സൈഡ് വ്യൂ കൊടുത്തേക്കുന്നത്. നമ്മുടെ എഞ്ചിൻ പക്ക എക്സ്പോസ്ഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, നമ്മുടെ കൂളിങ്ങിനൊക്കെ വേണ്ടിയാണ്. ഇത്രയാണ് വണ്ടിയുടെ സൈഡ് വിഷൻ. പിന്നെ ഈ എഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഹീറോയുടെ എല്ലാ വണ്ടികളിലും വാൽവ് ബേസ്ഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഷിം ബേസ്ഡ് ക്ലിയറൻസ് ടെക്നോളജിയാണ് ഹീറോ യൂസ് ചെയ്യുന്നത്. അവരുടെ ഒരു ഫസ്റ്റ് ഇൻ ടെക്നോളജിയാണ് ഈ ഹീറോ കരിഷ്മയിൽ അവർ യൂസ് ചെയ്തേക്കുന്നത്. ഇനിയുള്ള ഹീറോയുടെ വണ്ടികളിൽ അങ്ങനത്തെ ടെക്നോളജി വരുമെന്നാണ് അറിയാൻ പറ്റിയേക്കുന്നത്. പിന്നെ നമ്മുടെ സൈഡ് വ്യൂ ഇതാണ് സൈഡിലുള്ളത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കത് ഒരു പാസഞ്ചർ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഫെൻഡർ, അതേ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള LED ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ്, പിന്നെ നമ്പർ പ്ലേറ്റ്, നമ്പർ പ്ലേറ്റ്. ഇത്രയാണ് ബാക്കിലത്തെ വിശേഷങ്ങൾ. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് നോക്കാം. നമുക്കിനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിത് ഇവിടെ ഒരു സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചവിട്ടിയിരിക്കാനുള്ള ഒരു ലേഡീസിന് ചവിട്ടിയിരിക്കാനുള്ള കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ നമുക്ക് നേരെ ഇരിക്കാനുള്ള ഒരു ഫുഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ചെയിൻ കവേർഡ് ചെയിനാണ്. പക്ഷേ താഴ്വശം കവേർഡ് അല്ല, ഓപ്പൺ ചെയിനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ GRSൻ്റെ മോണോഷോക്ക് സസ്പെൻഷനാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇത്രയാണ് വണ്ടിയുടെ ഓവറോൾ ഡിസൈനും ലുക്കും കാര്യങ്ങളും എല്ലാം. നമുക്കിനി വണ്ടിയുടെ സ്വിച്ചസിലേക്ക് മീറ്ററിലേക്കുള്ള വിശേഷങ്ങളിലേക്ക്. നമ്മുടെ സ്വിച്ചസ് ഒക്കെ ബേസിക് സ്വിച്ചസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു 4-way സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ കില്ലും സ്റ്റാർട്ടുമായിട്ട് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മോഡ് സെറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോണ്, പിന്നെ ഇപ്പുറത്തെ ഹൈ ഡിം സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. പാസ് ലൈറ്റുമായിട്ട് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ മീറ്ററിലേക്ക് നോക്കാം. അതിന് മുമ്പ് വണ്ടിയുടെ കീ എങ്ങനെയാണെന്ന് നോക്കാം. വണ്ടിയുടെ കീ വരുന്നത് സിമ്പിളായിട്ടൊരു കീ ആണ് കൊടുത്തത്. അത് ഹീറോയുടെ ഒരു ലോഗോയും ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് മീറ്റർ അത്യാവശ്യം തന്നെ വിസിബിലിറ്റി ഉള്ള ഒരു എന്താണ്, അതേ തന്നെ റൈഡ് യുവർ ലെജൻഡ് എന്ന് പറഞ്ഞൊരു എഴുത്തും വെൽക്കം സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ഓയിലിൻ്റെ വാണിങ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് അതിൻ്റെ വാണിങ്, പിന്നെ നമ്മുടെ ഫ്യൂവൽ ABS ഇത്രയും കൊടുത്തിട്ടുണ്ട്. പിന്നെ താക്കോമീറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്യൂവലിൻ്റെ വാണിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഡേറ്റ് ടൈം, പിന്നെ ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഇത്രയും ഫീച്ചേഴ്സാണ്. അതൊരു അത്യാവശ്യം ഉള്ള ഒരു ബേസിക് മീറ്റർ ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇത്രയാണ് വണ്ടിയുടെ മീറ്ററിൻ്റെ വിശേഷം. ഇവിടെ പിന്നെ ഒരു USB ചാർജിങ് കൂടെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. നമുക്ക് കിടന്ന് തന്നെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് വണ്ടിയുടെ ഡിസൈൻ എല്ലാവരും കൊടുത്തേക്കുന്നത്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ വൈസർ അഡ്ജസ്റ്റബിൾ ആണ്. അതിന് ഇവിടെ കിറ്റിൽ തന്നെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് മുകളിലോട്ട് മുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് വേണമെങ്കിൽ നമുക്ക് താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫീച്ചർ. ഇതൊരു ഫസ്റ്റ് ടൈമാണ് ഒരു 200cc വണ്ടിയിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നതാണ് ഹീറോ ക്ലെയിം ചെയ്തേക്കുന്നത്. ഏതൊരു വീഡിയോയും വണ്ടിയുടെ സൗണ്ട് കേൾക്കാതെ അവസാനിക്കുന്നത് ഒരു വിഷകരമായ കാര്യമാണ്. നമുക്ക് വണ്ടിയുടെ സൗണ്ടിലേക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഹീറോ കരീഷ്മ XM. ഇത് വന്നപ്പോൾ ഞാൻ ഒത്തിരി പ്രതീക്ഷകളോടെയാണ് ഈ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. ആ പ്രതീക്ഷകളെല്ലാം ഈ വണ്ടി സബലീകരിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പഴയ കരീഷ്മയെ തന്നെ റീപ്ലേസ് ചെയ്യാൻ ഈ വണ്ടിക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ അന്വേഷിച്ച് വന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഓഫ്. താങ്ക് യു.